شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. السلام عليكم ورحمة الله وبركاته. الحمد لله الذي معز من أطاع ومذل من أصى. الصلاة والسلام على نبيه المصطفى وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഇന്ന് ഈ രാവിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരുപക്ഷെ നമ്മളൊക്കെ കേട്ട് പരിചയിച്ച മിഷ്കാത്തുൽ മസാബീഹ് എന്ന് പറയുന്ന ഒരു ഹദീസ് കൃതിയെ സംബന്ധിച്ചാണ്. മിഷ്കാത്തുൽ മസാബീഹ് നമ്മുടെ നാടുകളിൽ ഒട്ടുമിക്ക അറബി കോളേജുകളിലും അല്ലാതെ തന്നെ മറ്റു പള്ളികളിലുമൊക്കെ ദർസുകളായി ഈ ഹദീസ് ഗ്രന്ഥങ്ങൾ വായിക്കപ്പെടാറുണ്ട്. ഇതിലെ ഹദീസുകൾ ഓരോന്നും വിശദീകരിക്കപ്പെടാറുമുണ്ട്. ഇമാം തിബിരീസി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഈ ഒരു ഗ്രന്ഥം എന്തുകൊണ്ടും ഒരു ഹദീസുകൾ വായിക്കുക, ഹദീസുകൾ പഠിക്കുക, ഹദീസ് ഗ്രന്ഥങ്ങളെക്കുറിച്ച് കേൾക്കുക എന്നുള്ള നമ്മുടെ പങ്ക്തിയിൽ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ ഈ ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നത് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിനെയുമാണ്. ഇമാം തിബിരീസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ചേർത്തിട്ടാണ് ആ പേര് പറയപ്പെട്ടത്. ഇമാം തിബിരീസിയുടെ ആദ്യകാലങ്ങളും അദ്ദേഹത്തിൻ്റെ ജനനവും വളർച്ചയുമൊന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതായി കൃത്യമായ രീതിയിൽ കാണപ്പെടുന്നില്ല. പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ പഠന യാത്രകൾ, ചില ഗുരുനാഥന്മാർ, അദ്ദേഹം ഈ ഗ്രന്ഥം രചിക്കാനുണ്ടായ കാരണങ്ങൾ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒക്കെ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത് കാണാനാകും. മിഷ്കാത്തുൽ മസാബീഹ് മിസ്ബാഹു സുന്ന എന്ന് പറയുന്ന ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൃതിയുടെ ഒരു പുനരാവിഷ്കരണമാണ്. അതിനെ കുറച്ചുകൂടി നന്നാക്കി നല്ല സ്വഹീഹായ കുറച്ചുകൂടി ഹദീസുകൾ ചേർത്ത് അതിൻ്റേതായ തഖ്രീജുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ഇന്ന ഹദീസ് ധാരക്കെ റിവായത്ത് ചെയ്തു എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഒരു നല്ല കെട്ടിലും മട്ടിലുമാണ് ഇമാം തിബിരീസി റഹ്മത്തുള്ളാഹി അലൈഹി ബഗവിയുടെ മിസ്ബാഹു സുന്ന എന്ന കൃതിയെ മിഷ്കാത്തുൽ മസാബിഹിലേക്ക് രൂപാന്തരപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് ബഗവിയുടെ ആ കൃതിയെ സംബന്ധിച്ച് നമുക്ക് നാളെ സംസാരിക്കാം, ബഗവിയുടെ മിസ്ബാഹു സുന്നയെ സംബന്ധിച്ച്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് കേട്ടുപരിചയിച്ച ഒരു ഹദീസ് ഗ്രന്ഥം എന്നുള്ള നിലക്കാണ് ഇതിനൊരു മുൻഗണന നൽകിയത് ഇന്നത്തെ വിശദീകരണത്തിൽ. ഇമാം തിബിരീസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേര് വലിയുദ്ദീൻ. ഏറ്റവും കൂടുതൽ അദ്ദേഹം അറിയപ്പെട്ടത് ദീനിൻ്റെ സംരക്ഷകൻ എന്ന പേരിലാണ്. വലിയുദ്ദീൻ അബു അബ്ദില്ല മുഹമ്മദ് ബിൻ അബ്ദില്ല അൽ ഖതീബ് അൽ ഉമരി അദ് ദമഷ്ഖി. ഡമസ്കസുകാരനാണ്, സിറിയക്കാരനാണ് എന്ന പേരിൽ നിന്ന് മനസ്സിലായി. സിറിയയിലെ തിബിരീസ് എന്ന് പറയുന്ന നാട്ടിലേക്ക് ചേർത്തിട്ടാണ് തിബിരീസി എന്ന പേരിൽ അദ്ദേഹം എന്ത് ചെയ്തത്, അറിയപ്പെട്ടത്. 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രമുഖ ഹദീസ് പണ്ഡിതനാണ് ഇമാം തിബിരീസി. നമ്മൾ സുയൂത്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ 9-ാം നൂറ്റാണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് മുന്നത്തെ നൂറ്റാണ്ടുകളിൽ ഒക്കെ ജീവിച്ചിരുന്ന ആളായിരുന്നു വലിയുദ്ദീൻ. മതത്തിൻ്റെ സംരക്ഷകൻ, രക്ഷകൻ എന്ന പേരിൽ അറിയപ്പെട്ട ഇമാം തിബിരീസി റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു ബഹുമതി സൂചകം ആളുകൾ ആ പേരിലാണ് അദ്ദേഹത്തെ വിളിച്ചു പോന്നിരുന്നത്. ഏതായാലും ഇന്നത്തെ ഇറാൻ്റെ ഏകദേശം ഒരു വടക്ക് ഭാഗത്താണ് ഈ തെബിരീസ് എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു നഗരത്തിലേക്ക് ചേർത്തിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു പേര് വന്നതും. പേർഷ്യയിലെ എല്ലാ വിജ്ഞാന കേന്ദ്രങ്ങളിലും അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, അറിവുകൾ അന്വേഷിച്ച് നടന്നിരുന്നു. മാത്രമല്ല അവിടുത്തെ പേർഷ്യയിലെ ഒരു പ്രമുഖ ഖതീബായി അദ്ദേഹം അറിയപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ അൽ ഖതീബ് എന്ന വാക്കുകൂടി ചേർത്തു വായിച്ചത്. നല്ലൊരു പ്രാസംഗികനായിരുന്നു എന്നുള്ളതർത്ഥം. ഇമാം തിബിരീസിയുടെ ഞാൻ നേരത്തെ പറഞ്ഞു, തിബിരീസി ജനിച്ചതും മറ്റു കാര്യങ്ങളൊന്നും അത്ര കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് കാണുന്നില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ പ്രമുഖരായ ചില ഗുരുനാഥന്മാരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. മിഷ്കാത്തുൽ മസാബീഹ് എന്ന് പറഞ്ഞാൽ ശരിക്ക് മിസ്ബാഹുകളുടെ അഥവാ വിളക്കുകളുടെ മാടം, വിളക്ക് വെക്കാനുള്ള ഇടം, വിളക്കുമാടം എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. ഹദീസ് ഗ്രന്ഥത്തിന് അദ്ദേഹം കൊടുത്തത് അതാണ്. മിസ്ബാഹു സുന്ന അല്ലെ മസാബീഹു സുന്ന, സുന്നത്തുകളുടെ വിളക്കുകൾ എന്ന പേരിലാണ് ഇമാം ബഗവി ഒരു ഗ്രന്ഥം രചിച്ചത്. അപ്പോൾ അതിനെ കുറച്ചുകൂടി വിപുലീകരിച്ച രൂപമാണ് ഇദ്ദേഹത്തിനുണ്ടായത്. ആ വിപുലീകരിക്കാൻ ചില കാരണങ്ങളുണ്ടായിരുന്നു. എന്തിനാണ് തിബിരീസി ഇങ്ങനത്തെ ഒരു ഉദ്യമത്തിന് ഇറങ്ങി തിരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രസിദ്ധമായിരുന്നു ഈ പറയപ്പെട്ട മസാബീഹു സുന്ന. പക്ഷേ അതിൽ റിപ്പോർട്ടകന്മാരെ സംബന്ധിച്ച് വല്ലാതെ പറഞ്ഞിട്ടില്ല, സനദൊന്നും വല്ലാതില്ല. അപ്പോൾ ആ സനദുകളെ കൂടുതൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ഹദീസ് പഠനം നടത്തുന്ന മതപഠന വിദ്യാർത്ഥികൾക്ക് അതല്ലെങ്കിൽ ഹദീസ് പണ്ഡിതന്മാർക്ക് അത് കൂടുതൽ ഉപകാരമാവും. മാത്രമല്ല ഹദീസ് ആരാണ്, എവിടെയാണ് റിവായത്ത് ചെയ്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇമാം ബുഖാരി സ്വഹീഹിലാണെങ്കിൽ സ്വഹീൽ ബുഖാരി എന്ന് അതിൻ്റെ താഴെ എഴുതി ചേർക്കും.
അതുപോലെ തന്നെ അല്ലേ, ഈ മിഷ്കാത്തുൽ മസാബിയിൽ അതിന് ഓരോ നമ്പറുകളും അദ്ദേഹം ചേർത്തുകൊണ്ട് ഒരു കിതാബായിട്ട് ഏത് അധ്യായം ഏത് ഉപാധ്യായങ്ങൾ എന്നുള്ള നിലക്ക് അതിനെന്ത് ചെയ്തു, അതിൻ്റെ ഉറവിടങ്ങളെ കാണിക്കുന്ന, അതിൻ്റെ സോഴ്സുകൾ കാണിക്കുന്ന, സ്വഹാബികളുടെ പേര് രേഖപ്പെടുത്തുന്ന രൂപത്തിൽ ഹദീസിനെ ഒരു പൂർണ്ണമായ രൂപത്തിൽ വായനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് ഇമാം തിബിരീസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഒരു ഉദ്യമം. 5945 ഹദീസുകൾ മിഷ്കാത്തുൽ മസാബീഹിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ മസാബീഹ് സുന്ന എന്ന് പറഞ്ഞാൽ ഇമാം ബഗവിയുടെ മസാബീഹ് സുന്ന നമ്മൾ നാളെ അതിനെ വിശദീകരിക്കാം. അതിൽ 1511 ഹദീസുകൾ ചേർത്തിട്ടാണ് മിഷ്കാത്തുൽ മസാബീഹിനെ അദ്ദേഹം പൂർത്തീകരിച്ചത് എന്നുള്ളത് അതിൻ്റെ കൂടെ അറിയേണ്ട ഒരു കാര്യം എന്നുള്ള നിലക്ക് സൂചിപ്പിച്ചതാണ്. ഏതായാലും മിഷ്കാത്തുൽ മസാബീഹ് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ശൈലിയാണ്. 3 ഭാഗങ്ങളാണ് അതിലുള്ളത്. അഥവാ ഒരു ഫസില്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരധ്യായം അല്ലേ, 3 ഫസിലുകളാണ്. 3 ഫസിൽ കഴിഞ്ഞാൽ 3 ഫസിലുകളിൽ ഓരോ അധ്യായങ്ങളുണ്ട്, അതിൽ ഉപാധ്യായങ്ങളുണ്ട്. ഇതിലിപ്പോൾ ഈ അധ്യായങ്ങളെ 3 ഭാഗങ്ങളാക്കി തിരിച്ചു. ഒന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ ഇങ്ങനെ ഒരു ഭാഗത്ത്, അത് മാത്രം സ്വഹീഹുകൾ എന്നുള്ള നിലയ്ക്കൊരു ഭാഗത്ത്. പിന്നെ 2ാം ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സുനനുകൾ പറഞ്ഞില്ലേ, മറ്റു പ്രമുഖരായ ഇമാം തുർമുദി, അബൂ ദാവൂദ്, ഇമാം നസായി, ഇവരുടെ സുനനുകൾ 2ാമത്തെ ഭാഗത്ത്. 3ാമത്തെ ഭാഗത്ത് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം നൽകുന്ന ഹദീസുകൾ, ചില അധിഷ്ഠിതത്തിൽ കൂടുതൽ വിശദീകരണം നൽകുന്ന ദീർഘമായ ഹദീസുകളുണ്ടാവും. അത് 3ാമത്തെ ഭാഗത്ത് എന്ത് ചെയ്തു, അദ്ദേഹം ക്രോഡീകരിച്ചു. 3 ഭാഗങ്ങളാണ് ആ കൃതിക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. മാത്രവുമല്ല ആ റാവിമാരെ സംബന്ധിച്ച് പറഞ്ഞു ആര് എവിടെയൊക്കെയാണെന്ന്. ഇപ്പോൾ വിഷയാധിഷ്ഠിതം എന്ന് പറയുമ്പോൾ വിശ്വാസം, ഈമാൻ എന്നുള്ളത് അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് 3ാമത്തെ ഭാഗത്തിൽ പോയിട്ടുള്ളത്. ഈ പുസ്തകത്തിന് പിന്നീട് പിൽക്കാലത്ത് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി കുറച്ചുകൂടി മോഡിഫൈ ചെയ്തു. കാരണം ഇതിലെ സ്വഹീഹുകളെയും ഇതിലെ ദഈഫുകളെയും വേർതിരിച്ചു. ഇപ്പോൾ മിഷ്കാത്തുൽ മസാബിഹിലെ ദഈഫായ ദുർബലമായ റിപ്പോർട്ടുകളുടെ ദൗർബല്യത പറഞ്ഞുകൊണ്ടൊക്കെ എന്ത് ചെയ്തു, അതിനെ വേർതിരിച്ചൊരു പ്രവർത്തനവും ഒരു രചനയും മഹാനായ ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഒരു വിഷയത്തിൽ എന്ത് ചെയ്തു പോന്നിട്ടുണ്ട്. ഈ തിബ്രീസിയുടെ മിഷ്കാത്തുൽ മസാബിഹ് എന്ന ഗ്രന്ഥത്തിന് ഒരുപാട് വിശദീകരണ ഗ്രന്ഥങ്ങളും കാണാൻ കഴിയും. മുല്ല അലി അൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മിർഖാത്തുൽ മഫാത്തിഹ് എന്ന് പറയുന്ന ഒരു വിശദീകരണ ഗ്രന്ഥം ഈ പുസ്തകത്തിന് വേണ്ടി ചെയ്തു. ഈ എതിരെ ഹദീസുകൾ ഇങ്ങനെ വിശദീകരിക്കുക. ഇപ്പോൾ ഇമാം ബുഖാരിക്ക് സ്വഹീഹുൽ ബുഖാരിക്ക് ഇബ്നു ഹജറിൻ്റെ ഫതുഹുൽ ബാരി ഉള്ളതുപോലെ മിഷ്കാത്തുൽ മസാബിഹിൻ്റെ പ്രസിദ്ധമായൊരു വിശദീകരണ ഗ്രന്ഥം ഈ മിർഖാത്താണ്. ഇമാം മുല്ല അലി അൽ ഖാരി സ്വഹീഹുൽ ബുഖാരിക്കും ചെയ്തിരുന്നു എന്ന് നമ്മളന്ന് പറഞ്ഞിരുന്നു. ഉംദത്തുൽ ഖാരി ഷർഹു സ്വഹീഹുൽ ബുഖാരി ഇലി മുല്ല അലി അൽ ഖാരി എന്ന് നമ്മളന്ന് പറഞ്ഞതാണ്. ഏതായാലും മിർഖാത്തുൽ മഫാത്തിഹിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ഏകദേശം ഹിജറ 741 ഇദ്ദേഹം മരണമടഞ്ഞുവെന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണ വാർത്തയെ സംബന്ധിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അതൊന്നും വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഏതായാലും അദ്ദേഹം മരിച്ചുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ മിഷ്കാത്തുൽ മസാബിഹ് ഇന്നും ജനങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുകയാണ്. അള്ളാഹു അതിൽ നിന്നൊരു ഹദീസിനെ നമുക്കൊന്ന് വായിക്കാൻ നമ്മൾ അതിനൊന്ന് വായിക്കാൻ പോവാണ്. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിനെയാണ് നമ്മളിന്ന് വായിക്കുന്നത്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വിശദീകരിക്കാം. അൻ അബീ തൽഹത റളിയല്ലാഹു അൻഹു മിഷ്കാത്തുൽ മസാബിഹിൽ ഈ ഹദീസ് ഏകദേശം ഹദീസിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തത് കാണാൻ കഴിയും. ഈ ഹദീസിനെ 5927 ഹദീസായിട്ട് മിഷ്കാത്തുൽ മസാബിഹിൽ കാണാം. മാത്രമല്ല ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസുകളുടെ ആദ്യ ഭാഗമല്ലേ, ഇപ്പോൾ മിഷ്കാത്തുൽ മസാബിഹിൻ്റെ ആദ്യ ഭാഗം, ആ ആദ്യ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇതുള്ളത് എന്നും പിന്നെ മാത്രമല്ല ഇതിനെ വിഷയാധിഷ്ഠിതമായിട്ട് അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട് എന്നുമൊക്കെ കാണാൻ കഴിയും. ഏതായാലും ഇമാം നസായിയും ഇമാം അഹ്മദും നമ്മളിന്ന് ഉദ്ധരിക്കുന്ന അബൂ തൽഹയുടെ ഹദീസ് അവരുടെ സുനനിലും അവരുടെ മുസ്നദിലും റിവായത്ത് ചെയ്തിട്ടുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അൻ അബീ തൽഹത റളിയല്ലാഹു അൻ ഖാൽ, അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദഖൽതു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരികിലേക്ക് പ്രവേശിച്ചു. വ അന അറാ ഫീ വജ്ഹിഹിൽ ബിശ്റ വൽ ഇസ്തിബ്ശാർ, അന്നേരം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ഒരു തേജസ്സും ഒരു ഓജസ്സും കണ്ടു എന്നാണ്. ബിഷിർ എന്ന് പറഞ്ഞാൽ ഒരു നല്ല തിളക്കം, ഒരു നബിയുടെ മുഖം നല്ലൊരു തേജസ് പോലെ നല്ല ഒരു പ്രകാശപൂരിതമായി. ഇസ്തിബ്ശാർ എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമറിയിക്കുന്ന രൂപത്തിൽ നബിയുടെ മുഖത്തെ എനിക്ക് അന്നേരം കാണാൻ കഴിഞ്ഞു. നല്ല മൈൻഡിൽ നല്ല മൂഡിൽ റസൂൽ ഇരിക്കണമെന്നർത്ഥം.
ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ തിരുദൂതരെ, മാ റഅയ്തുക ഫി ഹാലിൻ ഹിയ അഹ്സന മിൻ ഹാലിക ഹാദിഹിൽ യൗം, ഇന്ന് ഈ ദിവസം നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ, ഇത്ര സുന്ദരമായിരിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അബൂ തൽഹ ഖാൽ, റസൂലുള്ളാഹി പറഞ്ഞു, വമാ യംനഉനി, എന്നെ എങ്ങനെ അത് തടയുക? എനിക്കെങ്ങനെ ഇരിക്കാതിരിക്കുക? എന്താ ഇപ്പം എന്നെ ഈ ഇരുത്തത്തിൽ നിന്ന്, അല്ലെങ്കിൽ എങ്ങനെ ഞാനിങ്ങനെ സന്തോഷിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്നത് എന്താണ്? തടയുന്നൊരു കാര്യമില്ലല്ലോ. ഞാനെപ്പോഴും ഇങ്ങനെ ഈ രൂപത്തിലാണ് എന്ന് റസൂലുള്ളാഹി പറയുന്ന പോലെ റസൂലുള്ളാഹി പറയും, ഇന്ന് എനിക്ക് പ്രത്യേകമുണ്ട്. കാരണം ഇന്ന് എന്നെ ഒരു തടസ്സമില്ല, എനിക്കൊരു പ്രയാസമില്ല. അതിന് കാരണം എന്താണെന്നറിയോ? വഖദ് ജാഅനി ജിബ്രീൽ, ഇന്ന് ജിബ്രീൽ കടന്നു വന്നു, എൻ്റെ അരികിലേക്ക് വന്നു. ജാഅനി, എൻ്റെ അരികിലേക്ക് വന്നു. ആനിഫൻ, കുറച്ച് സമയം മുന്നേ. ഫഖാൽ, എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, യാ മുഹമ്മദു, ഓ മുഹമ്മദേ, മൻ സല്ല അലൈക മിൻ ഉമ്മതിക സലാത്തൻ, നിൻ്റെ സമൂഹത്തിൽ, നിൻ്റെ ഉമ്മത്തിൽ, നിൻ്റെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും നിൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, നബിയുടെ ഉമ്മത്തിലെ കോടാനുകോടി ജനസഞ്ചയങ്ങളിലെ ഒരാളാണ് ഞാനും നിങ്ങളും. നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, കതബല്ലാഹു ലഹു ബിഹ അശറ ഹസനാത്ത്, അള്ളാഹു അയാൾക്ക് വേണ്ടി അത് മുഖേന 10 നന്മകളെ രേഖപ്പെടുത്തുന്നുവെന്നാണ്. ഒന്നേ ചെയ്തിട്ടുള്ളൂ, പക്ഷെ അതിനെ 10 ഇരട്ടിയായി റബ്ബ് രേഖപ്പെടുത്തുന്നു. വമഹ അൻഹു അശറ ശയ്യിആത്ത്, 10 തിന്മകളെ ആ സ്വലാത്തിൻ്റെ കാരണത്താൽ അള്ളാഹു മായ്ച്ചു കളയുന്നു. മഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയാളെല്ലാം ഇല്ലാത്ത വിധം മായ്ച്ചു കളയലാണ്, മൂടി വെക്കലല്ല, മറച്ചു വെക്കലല്ല, ഇത് മായ്ച്ചു കളയലാണ്. വറഫഅ ബിഹ അശറ ദറജാത്ത്, 10 പദവികൾ ഉയർത്തുകയും ചെയ്യുന്നതാണ് ഈ സ്വലാത്ത് കാരണം. ഒറ്റ തവണ റസൂലുള്ളാഹിൻ്റെ മേലെ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരാൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിങ്ങനെ നബിക്ക് കിട്ടിയ സന്തോഷം, നബിയുടെ ഉമ്മത്തിന് വേണ്ടി അത് സ്വഹാബത്ത്, പ്രവാചകൻ്റെ അനുചരന്മാർ, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾ അത് ചൊല്ലുമ്പോൾ നബിക്കുണ്ടാകുന്ന സദാ, അതാണ് നബിൻ്റെ മുഖത്ത് കണ്ടത്, അതാണ് നബിയുടെ മുഖത്ത് അബൂ തൽഹ ദർശിച്ചത്. നബിക്ക് അത്ര സന്തോഷമാണ്. നബിയെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചൊല്ലിക്കോ നബിയുടെ മേൽ സ്വലാത്ത്. സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ നബിയിന മുഹമ്മദ് എന്ന് പറയുന്ന സ്വലാത്തുകൾ നിർഭരമാക്കണമെന്നാണ്. നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ, പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ, നമസ്കാരങ്ങളിൽ, അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ തുടക്കങ്ങളിൽ, പ്രാർത്ഥനയുടെ ഒടുക്കങ്ങളിൽ, അതുപോലെ തന്നെ ഒരു സംസാരത്തിൻ്റെ, ഒരു നല്ല ഉപദേശങ്ങളുടെ തുടക്കങ്ങളിൽ, അതിൻ്റെ ഒടുക്കങ്ങളിൽ, ബാങ്ക് കേട്ടതിന് ശേഷമൊക്കെ നബിയുടെ മേലിൽ നമ്മളിങ്ങനെ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. വെള്ളിയാഴ്ച ദിവസം അക്സിറു അലയ്യ, നിങ്ങളെനിക്ക് വേണ്ടി എൻ്റെ മേലുള്ള സ്വലാത്തിനെ വർദ്ധിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഉപദേശങ്ങളെ നെഞ്ചോട് ചേർക്കുക. സ്വലാത്തു ചൊല്ലുന്നവന് അള്ളാഹു നൽകുന്ന ആദരവും, അള്ളാഹു നൽകുന്ന മഹത്വവും, അള്ളാഹു നൽകുന്ന നേട്ടങ്ങളും, അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങളുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഏറ്റവും നല്ല സന്തോഷ നിമിഷങ്ങൾക്ക് ആധാരമെന്നാണ് പ്രിയപ്പെട്ടവരെ ഈ വരികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അബൂ തൽഹ നബിയെ നന്നായി സ്നേഹിച്ച, നബിയെ സംരക്ഷിച്ച, നബിക്ക് ഉഹദ് യുദ്ധത്തിൽ സംരക്ഷണ കവചമായി നിലകൊണ്ട തുലഹത്ത് ബിൻ ഉബൈദില്ലയെപ്പോലെ അബൂ തുലഹയും നബിയെ സംരക്ഷിച്ച് നിർന്ന ഒരു കവചമായിരുന്നുവെന്നാണ്. അബൂ തുലഹ നല്ല അമ്പെയ്ത്ത് അഗ്രഗണ്യനായിരുന്നുവെന്നാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇർമിയ അബാ തുലഹ, അബൂ തുലഹ നീ അമ്പെയ്തോ, നീ അമ്പ് ചെയ്യുക. കാരണം അബൂ തുലഹയുടെ അമ്പെയ്ത്തിലുള്ള പ്രാവീണ്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉണർത്തുകയാണ്. ജീവിതത്തിൽ ഒരുപാട് ധീരനായ അദ്ദേഹത്തിൻ്റെ സംഭവ ബഹുലമായ ചരിത്രം ഒരുപാട് സുദീർഘമാണ്. വളരെ ചുരുക്കി പറഞ്ഞാൽ അബൂ തൽഹ ഒരു സമ്പന്നനായ ഒരു സഹാബിയായിരുന്നു. മദീനയിലെ അൻസാരികളിൽ ഏറെ അറിയപ്പെട്ട ഒരു സഹാബിയായിരുന്നു. പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അതൊരു വലിയ വിപ്ലവമാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ്, അവർ വിധവയായപ്പോൾ, ഭർത്താവ് ഉപേക്ഷിച്ച് പോയപ്പോൾ അവർ മുസ്ലിമായിരുന്നു ആദ്യമൊക്കെ. പക്ഷേ പിന്നീട് അവർ ഇസ്ലാമിലേക്ക് വന്നൊരു രംഗമുണ്ടായിരുന്നു. അബൂ തൽഹ വിവാഹം അന്വേഷിച്ച് ചെന്നിരുന്നു. പക്ഷേ മുസ്ലിമായപ്പോൾ ഇവർ മുസ്ലിമത്തെ, ഉമ്മു സുലൈം ഇസ്ലാമിലേക്ക് വന്നു. അബൂ തൽഹയാവട്ടെ അമുസ്ലിമുമാണ്. ഉമ്മു സുലൈം ഒരിക്കൽ അവരോട് പറഞ്ഞു, വിവാഹം അന്വേഷിച്ച് ചെല്ലുന്ന അബൂ തൽഹയോട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ നല്ലൊരാളാണ്, നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്. നിങ്ങളെപ്പോലുള്ള ഒരാൾ ഒരു വിവാഹം അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളയാൻ മാത്രം വണ്ടിയൊന്നുമല്ല, ഞാൻ തള്ളിക്കളയൊന്നുമില്ല. കാരണം ഉമ്മു സുലൈമിനെ സംബന്ധിച്ചിടത്തോളം ധീരയായ, വളരെ സ്ട്രോങ് ആയ ഒരു വനിതയാണ്.
ഭയങ്കര ചില നിലപാടുകളുണ്ടായിരുന്നു അവരുടേത്. ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടപ്പോഴും അല്ലേ, അവർ വേറൊരു മതത്തിൽ അങ്ങ് കഴിഞ്ഞപ്പോൾ ഇവർ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ധീരതയോടുകൂടി തൻ്റെ പൊന്നോമനയെ വളർത്തിയവരാണ്. ഒരുപാട് ആളുകൾ ഇവരുടെ ധീരതയെ സംബന്ധിച്ച് പറയും. ഉമ്മു സുലൈമിൻ്റെ മകൻ എന്ന പേരിലാണ് അനസ് ബിൻ മാലിക് പോലും അറിയപ്പെട്ടതെന്ന്. അല്ലാതെ അനസ് ബിൻ മാലിക്കിൻ്റെ ഫضലുകൊണ്ടല്ല ഉമ്മു സുലൈം എന്ന മാതാവ് അറിയപ്പെട്ടത്. ആ മാതാവിൻ്റെ തണലിൽ വളർന്ന നബിയുടെ ഖാദിമായി നിലകൊണ്ട അനസ് ബിൻ മാലിക്കിന് പോലും അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ആദരിച്ചത് ഉമ്മു സുലൈമിൻ്റെ മോനായിരുന്നല്ലോ എന്നതുകൊണ്ടാണ്. ആ ഉമ്മു സുലൈമിനെ നന്മയുള്ള അവരെ അബൂ തൽഹ വിവാഹം അന്വേഷിച്ചു. പക്ഷേ ഉമ്മു സുലൈം കുറച്ച മറുപടി, അബൂ തൽഹ അങ്ങ് നല്ലവനാണ്, ഈ വിവാഹാലോചന തള്ളിക്കളയാൻ വേണ്ട ആവശ്യമൊന്നുമില്ല, തള്ളിക്കളയാൻ മാത്രം ഒരാളല്ല നിങ്ങൾ, പക്ഷേ നിങ്ങളൊരു മുസ്ലിമല്ല, ഇസ്ലാമായി നിങ്ങളുടെ ഇസ്ലാമായി എനിക്ക് ആ ഇസ്ലാമിനെ മഹറായി നൽകുമെങ്കിൽ, മുസ്ലിമായി ആ ഇസ്ലാം എനിക്കുള്ള മഹറായിട്ട് നൽകുമെങ്കിൽ ഞാൻ വിവാഹത്തിന് സമ്മതിക്കാമെന്നാണ്. അദ്ദേഹം ആലോചിച്ചു, അദ്ദേഹം ചിന്തിച്ചു, അദ്ദേഹത്തിൻ്റെ ചിന്താമണ്ഡലങ്ങളെ പിടിച്ചുലക്കിയ വർത്തമാനങ്ങളിൽ അദ്ദേഹം തീരുമാനമെടുക്കാൻ ഞാൻ മുസ്ലിമാവണമെന്നാണ്. ഉമ്മു സുലൈമിന് ഇസ്ലാമാകുന്ന മഹർ സദാക്ക് നൽകി, ഇസ്ലാമിലെ ഏറ്റവും വിശിഷ്ടമായ വമ്പിച്ച മഹർ നൽകി, വിവാഹമൂല്യം നൽകിയിട്ടാണ് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മണവാട്ടിയായി സ്വീകരിച്ചത് എന്ന്. അവരെ പിന്നെ സുന്ദരങ്ങളായ അവരുടെ ജീവിതത്തിലെ പല സംഭവങ്ങൾ നബിയുടെ ഹദീസുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം, ഇസ്ലാമിക ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. സ്വർണമോ വെള്ളിയോ അല്ല കൊടുത്തത്, ഇസ്ലാമാണ്, എൻ്റെ ഇസ്ലാം മത സ്വീകരണമാണെന്ന് പറഞ്ഞത്. തനി സമ്പന്നനായിരുന്നു അല്ലെ, അന്നത്തെ അറിയപ്പെട്ടൊരു കള്ളുകച്ചവടക്കാരനായിരുന്നു. അന്ന് അനസ് ബിൻ മാലിക്കാണ്, അനസ് ബിൻ മാലിക്കിനോട് എൻ്റെ കയ്യിൽ വെള്ളത്തിൻ്റെ വീപ്പകൾ, കള്ളിൻ്റെ വീപ്പക്കുറ്റികൾ എന്നെ കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ ആ വിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങിയത് കള്ള് നിർത്തലമാക്കുന്ന ആയത്ത്, ലഹരി ഉപയോഗത്തെ നിർത്തലാക്കുന്ന ആയത്ത്. അതിന് മുഴുവൻ ഒഴുക്കിക്കളയാൻ പറഞ്ഞു. തൻ്റെ സമ്പത്താണ്, അത് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ മുതലാൻ. പക്ഷേ അള്ളാഹു നിഷിദ്ധമാക്കിയെന്നറിഞ്ഞപ്പോൾ മദീനയുടെ തെരുവുകളിലൂടെ അത് മുഴുവൻ ഒഴുക്കിക്കളഞ്ഞു എന്നുള്ളത് ചരിത്രത്തിൽ നമ്മൾ വായിച്ചു പോയ വലിയ അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്ജലമായ പ്രവർത്തനമാണ്. അതിലേറെ വലിയൊരു ത്യാഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു തോട്ടമുണ്ടായിരുന്നു, ബിറുഹ അല്ലെങ്കിൽ ബൈറുഹ എന്ന പേരിൽ അറിയപ്പെട്ട തോട്ടം. ഇന്ന് മദീനത്തെ പള്ളിയിൽ പോവുകയാണെങ്കിൽ ബാബു മലിക് ഫഹദ് ഏറ്റവും പിന്നിൽ സൊഫ്, ആ മലിക് ഫഹദിൻ്റെ അവിടെ ഒരു 21ാമത്തെ ഒരു ഡോറിൻ്റെ അരികിലൂടെ ഇങ്ങനെ കയറിയാൽ ഇടത് ഭാഗത്തായിട്ട് ഒരു മാറ്റ് ഇങ്ങനെ പൊന്തിച്ച് നോക്കുന്നുണ്ട് നിങ്ങൾ, അവിടെ പ്രത്യേക അടയാളം കാണാം അവിടുത്തെ ടൈൽസിന്. കാരണം എന്താ വെച്ചാൽ അത് അന്നത്തെ അബൂ തൽഹയുടെ ആ ഒരു ഭാഗമാണ്, ബൈറുഹ തോട്ടത്തിൻ്റെ ഒരു ഭാഗമായി ഉണ്ടായിരുന്നതാണ്. പിന്നീട് പിൽക്കാലത്ത് പള്ളി വിപുലീകരിച്ചു, മസ്ജിദ് നബവി വിപുലീകരിച്ചപ്പോൾ പള്ളിക്കുള്ളിലായി ആ സ്ഥലം എന്നുള്ളത്. ഇന്ന് ആളുകൾ സുജൂദ് ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ആ തോട്ടത്തെ ധർമ്മം ചെയ്യുകയാണ് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ചെയ്തത്. ബിറുഹ അല്ലെങ്കിൽ ബൈറുഹ, ബിർ എന്ന് പറഞ്ഞാൽ അന്ന് തോട്ടങ്ങൾക്കും വേണ്ടി പറയും, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കിണറുകൾക്ക് പറയും. നല്ല തോട്ടം. റസൂലുള്ളാഹി അതിൻ്റെ തണലിൽ ചെന്നിരിക്കാറുണ്ടായിരുന്നു, റസൂലുള്ളാഹി അവിടെ നിന്ന് വെള്ളം കുടിക്കാറുണ്ടായിരുന്നു, ആശ്വാസം തേടിയിരിക്കാറുണ്ടായിരുന്നു. അബൂ തൽഹ പറയുന്നത് സൂറത്ത് വിശുദ്ധ ഖുർആനിലെ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ബിർറിനെ നേടിയെടുക്കുക, പുണ്യം നേടിയെടുക്കുക എന്നുള്ള ആയത്തിറങ്ങിയപ്പോൾ നബിയുടെ അരികിൽ വന്ന് പറഞ്ഞു, നബിയെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എൻ്റെ ബൈറുഹ ആണ്, എൻ്റെ തോട്ടമാണ്, ഞാനിതാ അത് അള്ളാഹുവിനും റസൂലിനും സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ സൂറത്ത് ആൽ ഇംറാനിലെ 92ാമത്തെ ആയത്ത് അദ്ദേഹത്തെ സ്വാധീനിച്ചപ്പോൾ ഉണ്ടായ ഓളങ്ങൾ ഹദീസുകളിലെ വരികളിലൂടെ നമ്മളിങ്ങനെ തിരമാല അടിക്കുന്നത് പോലെ വായിച്ചെടുത്തവരാണ്. റസൂലുള്ളാഹി സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, എത്ര ലാഭകരമായ കച്ചവടമാണെന്നോ അല്ലേ, എത്ര ലാഭകരമായൊരു കച്ചവടമായിരുന്നത്, സ്വർഗ വാങ്ങണത് ദണ്ട് കൊടുത്തിട്ട്. ബിർ പുണ്യം അല്ലേ, ബിർ അവിടെ ബിറുഹ അല്ലെങ്കിൽ ബൈറുഹ, ഈ ബിറിന് വേണ്ടി അദ്ദേഹം ഒഴിവാക്കിയെന്നാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കുടുംബങ്ങൾക്കിടയിൽ ഇതിനെ വിഭജിച്ച് കൊടുക്കുക അല്ലേ. അതിനെ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്ക് തന്നെ അതിനെ വിഭജിച്ച് കൊടുത്ത് മുറിച്ചു കൊടുക്കാൻ അവരാവശ്യക്കാരാണ് എന്നറിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത് ചരിത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. അതാണ് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു. ഒരുപാട് സംഭവബഹുലമായ ചരിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. ഏകദേശം ഹിജറ 34ാമത്തെ വർഷം ഒരു കടൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് എന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്നു. 7 ദിവസത്തോളം
അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ആ കപ്പലിലായിരുന്നു. പക്ഷേ കരക്കടിക്കുന്നത് വരെ അതിന് ഇല്ലാത്ത കേടുപാടുകളോ അളിഞ്ഞമായ രീതിയിലോ അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന അങ്ങേയറ്റം മോശകരമായ അവസ്ഥയിലോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു പക്ഷേ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഒരു ആദരവായിരിക്കാമെന്ന് ചില പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് കാണാം. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ, മരണത്തിന് തൊട്ടു മുന്നുണ്ടായിരുന്നെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗങ്ങളിൽ, നബി പഠിപ്പിച്ച കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ അദ്ദേഹം നിറസാന്നിധ്യമായി. നല്ല യുദ്ധപാടവമുള്ള ആളാണ്. അമ്പെയ്ത്ത് കാര്യത്തിൽ അദ്ദേഹം ഭയങ്കര ശക്തനായിരുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ യുദ്ധപാഠവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത്. കാരണം ഉഹദിലും ബദറിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം. ശത്രുക്കൾ അമ്പെയ്തപ്പോൾ എന്നുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ നേരെ ശരീരത്തിലേക്ക് അമ്പെയ്ത്ത് വരുമ്പോൾ അദ്ദേഹം ഒരു രക്ഷാകവചമായി നിലകൊണ്ടിരുന്നു എന്ന് മാത്രമല്ല, അബൂ തൽഹയുടെ ശബ്ദം 1000 പേരെക്കാൾ കരുത്തുള്ള ശബ്ദമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സംബന്ധിച്ച് പുകഴ്ത്തി പറഞ്ഞ വരികളും ഹദീസുകളിൽ കാണാൻ കഴിയും. ഇതാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ അല്പം ചില സംഭവങ്ങൾ പറഞ്ഞു വച്ചത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് വേണ്ടിയാണ്. അള്ളാഹു ഏറ്റവും നല്ല സച്ചരിതരായി മുൻഗാമികളുടെ പാതയിൽ സഞ്ചരിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി നിഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ.